ഹായ്, പുതിയൊരു വീട്ടിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. ഒരു ചെറിയൊരു സംഭവം കാണിച്ചില്ല. എൻ്റെ വീട്ടിൽ കഴിഞ്ഞ ദിവസം ഒരു കിളി വന്ന് കൂട് കൂട്ടിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഒരു മുട്ട കഴിഞ്ഞിട്ടില്ല, ഒരെണ്ണം വിരിഞ്ഞ് കുഞ്ഞായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കിളി പുറത്ത് പോയിക്കണേന് ജസ്റ്റ് ഞാനൊന്ന് ഓടിച്ചിട്ട് കാണിച്ചു തരാം. അപ്പോൾ അതിന് കഴിക്കാൻ വേണ്ടി കുറച്ച് മുന്തിരി കൊടുക്കണം. മുന്തിരി കഴിക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചാണ്. നമ്മളുടെ എൻ്റെ കസിൻ്റെ വീട്ടിൽ ഇതേപോലെ ഉണ്ടായിട്ട് ഒരു പ്രാവശ്യം നമ്മൾ വീഡിയോ ഇട്ടായിരുന്നു. അവർ പഴമൊക്കെ കൊടുത്തിട്ട് കഴിച്ചാൽ പഴം ഇപ്പോൾ കാണാൻ ചേട്ടൻ മുന്തിരി ഉള്ളവരിന് തൽക്കാലം മുന്തിരി കൊടുത്ത് നോക്കാമെന്ന് ഓർത്ത് ഞാൻ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചാണ്. നമുക്ക് അപ്പോണെങ്കിൽ എടുത്ത് മാറ്റി ക്ലീൻ ചെയ്യാം. കൂടുള്ളത് ഇതിൻ്റെ ഉള്ളിലാണ് കേട്ടോ, ഈ ലൈറ്റിൻ്റെ ഉള്ളിലാണ്. പിന്നെ അതുപോലെ ഇവിടെ ഇത് അല്ലെങ്കിലും സ്ഥിരമായിട്ട് ഇരിക്കുന്നുണ്ട്. ഇവിടെ കുടിവെള്ളം വെച്ചിട്ടുണ്ട്. ഇതിലപ്പോൾ കാക്കയും പിന്നെ ഈ പറഞ്ഞ രീതികളിൽ നിന്ന് കുളിക്കാറുണ്ട്. ഭയങ്കര രസമാണ് കുളി കാണാൻ. അതെനിക്ക് ഇതുവരെ വിഷ്വൽ എടുക്കാൻ പറ്റിയിട്ടില്ല, കാരണം ഞാൻ ക്യാമറ സെറ്റ് ചെയ്ത് നോക്കുന്ന ടൈമിൽ വരില്ല. അല്ലെങ്കിൽ ഞാൻ നോക്കുമ്പോൾ അത് പറഞ്ഞത് ഇവിടെ ഒന്ന് കുളിക്കുകയും ചെയ്യും കുടിക്കുകയും ചെയ്യും. ഇത് ഞാൻ കാണിച്ചിട്ടില്ല. ഇതിങ്ങനെ എല്ലാവരുടെയും വീട്ടിൽ ഒരു ചെറിയൊരിത് നമ്മൾ ഇതിന് മുന്നേ പറഞ്ഞതാണ്. കിളികൾക്ക് ഇപ്പോൾ ചൂട് കാലമാണ്, ഒരു ഇച്ചിരി വെള്ളം വെച്ച് കൊടുക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ ചില കിളികൾ വന്നാൽ നല്ല രസമായിരിക്കും. അതിൻ്റെ അകത്ത് കുളിക്കുന്ന സീനൊക്കെ കണ്ടാൽ ഭയങ്കര ഒരു ഭംഗിയാണ്. നമുക്ക് തന്നെ ഭയങ്കര സന്തോഷമായിരിക്കും. നമ്മൾ വെച്ച് കൊടുത്താൽ കണ്ടല്ല നമ്മുടെ വീട്ടുമുറ്റത്ത് വന്നിങ്ങനെ ചെയ്യണത് എന്നുള്ളത്. എനിക്ക് പറ്റുന്ന ടൈമിൽ ഇപ്പോൾ ഡെയിലി വെക്കാൻ പറ്റിയില്ലെങ്കിലും ആഴ്ചയിൽ 2 ദിവസമെങ്കിലും അവിടെ സ്ഥിരമായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചാൽ മതി. അതുപോലെ എന്തെങ്കിലും ഒരു സാധനം വീടിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ആൾക്കാരുടെ കയ്യെത്താത്ത രീതിയിൽ സെറ്റ് ചെയ്താൽ നല്ലത്. അല്ലെങ്കിൽ പിള്ളേരൊന്നും കയറി ക്ലിക്ക് ശല്യം കണ്ടാണ്ടിരിക്കാൻ ഉണ്ടാകും. അപ്പോൾ എന്തായാലും ഇത് ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ ഉള്ളിലാണ് കൂട് കൂട്ടിയത്. തള്ളക്കിളി പുറത്ത് പോയിക്കണേണ്, അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാമെന്ന് വെച്ചത്. ഞാൻ ഇന്നലെ തള്ളക്കിളീനൊന്നും തൊട്ടൊക്കെ നോക്കിയായിരുന്നു, രാത്രി കുഴപ്പമുണ്ടായില്ല. അത് പേടിച്ച് പറന്നു പോയി കിടക്കും. ഒയ്യോ, കിളി ഉണ്ടായിട്ടാ കണ്ട. ഞാൻ ഈ കിളിയില്ല എന്നോർത്തിട്ടാണ് കാണിക്കാൻ പോയത്. കിളി അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു. അയ്യോ, അത് ചെണ്ടൊക്കെ ഉണ്ട്, പേടിക്കണ്ട, ഒന്നും ചെയ്യില്ല. ഇതെന്താ, ഒരു കുഞ്ഞായിട്ടുണ്ട്, ഒരെണ്ണം മുട്ടയാണ്. അത് പുറത്ത് ചെണ്ടൊക്കെ ഉണ്ട്, നമുക്ക് വേഗം മാറ്റാം. അതിനെ ശല്യം ചെയ്യണം. എന്തായാലും നമുക്ക് മുന്തിരിയും കൂടി സെറ്റ് ചെയ്ത് വെച്ചേക്കാം. പുള്ളി വരുമ്പോൾ ഹാപ്പി ആവട്ടെ അല്ലേ. അപ്പോൾ ഞാൻ പ്രത്യേകം എടുത്ത് പറയുന്നതിന് മുന്നേ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി പറയുന്നത്, എവിടെയെങ്കിലും കിളിക്ക് കുടിക്കാൻ വെള്ളമൊക്കെ വെച്ച് കൊടുക്കുക. നമ്മൾ ശല്യം ചെയ്യണമെന്ന് കണ്ടാൽ നിങ്ങൾ ഇതേപോലെ നമ്മുടെ വീട്ടുമുറ്റത്ത് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് കൂട് കൂട്ടും, അല്ലെങ്കിൽ ഇച്ചിരി ചകിരിയോ എന്തെങ്കിലുമൊക്കെ നമ്മുടെ വീട്ടുമുറ്റത്ത് എവിടെയെങ്കിലും കൂട് കൂട്ടാൻ പറ്റിയ സ്ഥലത്ത് വെച്ച് കൊടുത്താൽ നിങ്ങൾക്ക് എളുപ്പമാണ് കാര്യങ്ങൾ ചെയ്യാൻ. പൂച്ചയും മറ്റെന്താണ്, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ പിള്ളേരൊന്നും ശല്യം ചെയ്യാത്ത രീതിയിൽ പൂച്ച കയറി ചാടി പിടിക്കും. അപ്പോൾ അതനുസരിച്ചുള്ള ഒരു സ്ഥലത്ത് വേണം കേട്ടോ ഈ വെള്ളം വെക്കാനും മറ്റുള്ള കൂടിൻ്റെ സാധനങ്ങളും വെച്ച് കൊടുക്കുക. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, ഇതേപോലെ നിങ്ങളുടെ വീട്ടിലുണ്ടാവും. ഞാൻ ഒരു കാര്യം ഇപ്പോൾ ശ്രദ്ധിച്ചത്, നമ്മുടെ മുന്തിരി വെച്ചിട്ട് 10 മിനിറ്റ് ആയിട്ടുള്ളൂ. 10 മിനിറ്റ് ആയിട്ടില്ല, അത് കഴിച്ചിട്ടുണ്ട് അതിൽ നിന്ന്. അതുപോലെ 2 കുഞ്ഞുണ്ടായിട്ടുണ്ട് കേട്ടോ, ഒന്നല്ല. പിന്നെ ഒരു മുട്ടയാണ് വിരിയാനുള്ളത്. മൊത്തം 3 മുട്ട ഇട്ടിട്ടുണ്ടായപ്പോൾ കണ്ട. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ ഫോളോ ചെയ്തിട്ടേക്കുക. നെക്സ്റ്റ് വീഡിയോ കാണാം കേട്ടോ. അപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊന്നും മറക്കണ്ട. അത് ഭയങ്കര ഒരു എന്താ പറയുക, നിങ്ങൾക്കൊക്കെ ഒരു അനുഗ്രഹം കിട്ടുന്ന ഒരു സംഭവം തന്നെ. നിങ്ങൾ വെച്ച് നോക്കുക, അതും ഒരു ജീവിയാണല്ലോ, കിളികളായാലും മറ്റുള്ള മൃഗങ്ങളാണെങ്കിലും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. താങ്ക് യു, ബൈ.